ഉത്സവം കാണാൻ പോകുന്ന ആൾക്കാർക്ക് ഈ കഥ നടക്കുന്നത് എന്ന് വി സാംബശിവൻ്റെ പറച്ചിൽ കേട്ടിട്ടുണ്ടാവും. ഉത്സവപ്പറമ്പുകളിലും ഒക്കെ തന്നെ ഈ കഥകളൊക്കെ കേട്ട് ആവേശം കൊണ്ട് ഒരുപാട് ജനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഒരു 40+ ഉള്ള ആളുകൾക്കൊക്കെ തന്നെ ഇത്തരം കഥകൾ കേൾക്കാൻ ഭാഗ്യമുണ്ടാവും. പക്ഷെ എന്നാൽ കഥാപ്രസംഗം എന്ന കലയ്ക്ക് അത്ര നല്ല സമയമല്ല. ഇപ്പം പാട്ടുപാടിയും അഭിനയിച്ചും ജനങ്ങളുടെ ഹരമായി മാറിയ ഒരുപാട് കാഥികന്മാർ നമുക്കുണ്ട്. മറ്റ് പല കലകളെയും പോലെ കലോത്സവ വേദികളിലേക്ക് ഇപ്പോൾ ചുരുങ്ങുകയാണ് കഥാപ്രസംഗം. ഉത്സവ വേദികളിലൊക്കെ തന്നെ കഥാപ്രസംഗം കേൾക്കാൻ ഇപ്പം ആളില്ല. കഥാപ്രസംഗൻ അപാരമായ സിദ്ധിയുള്ളവനാകണം. കാരണം വിവിധ കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കണം, പാട്ടുപാടണം, ഈ കഥയുടെ നാടകീയ മുഹൂർത്തങ്ങൾ ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് ഇടിച്ചു കയറ്റണം, അങ്ങനെ കുറച്ച് മിമിക്രി അറിയണം. ഇതൊക്കെ അറിയാവുന്ന സൽഗുണ സമ്പന്നന്മാരായ കാഥികന്മാർക്ക് മാത്രമേ ജനമനസ്സുകളിൽ സ്ഥാനം കിട്ടിയുള്ളൂ. അതിൽ ഏറ്റവും മുൻനിരയിലായിരുന്നു വി സാംബശിവൻ്റെ സ്ഥാനം. അപ്പോൾ ഈ കുറച്ച് ആളുകൾ മാത്രം ഇന്ന് കഥാപ്രസംഗത്തെ നെഞ്ചോട് ചേർക്കാൻ വേണ്ടി പരിശീലിക്കുന്നുണ്ട്. സർക്കാർ നിയന്ത്രണത്തിലെ കഥാപ്രസംഗ കോഴ്സിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ കഥാപ്രസംഗ കോഴ്സ് പഠിക്കാനും ആളുകൾ താല്പര്യത്തോടെ വരുന്നുണ്ടോ? നമുക്ക് നോക്കാം. ഞാനോ വലിയൊരു നമ്പൂരിയാട്യൻ്റെ മാനതയായ പെൺകുട്ടിയല്ലോ, എന്തറിവൂ നീ മനക്കല പ്രൗഢിയും അന്തസ്സും ഞാനത് ചൊല്ലിയാലും. സ്ഥലം തിരുവനന്തപുരത്തെ SMV സ്കൂൾ. കുട്ടികളുടെ ക്ലാസ് ടൈം കഴിഞ്ഞ് സ്കൂളിലേക്ക് വരുന്ന പ്രായം തളർത്താത്ത കുറച്ച് പഠിതാക്കൾ. പക്ഷേ പാഠഭാഗങ്ങൾ കഥാപ്രസംഗത്തെക്കുറിച്ച്. കഥയുടെ പേര് ദുരവസ്ഥ. കഥാപ്രസംഗത്തിലെ അഭിനയം നാടകത്തിലെ അഭിനയമല്ല. സത്യം പറയാമല്ലോ, പുറലോകം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടേയില്ല. ഉച്ചമാമില്ലത്തെ വെൺപാടമൊന്നിൻ്റെ മച്ചിനകത്തെ മണിയറയിൽ. കാലം മാറി, കലയും ആസ്വാദനവും മാറി. ഒരു കാലത്ത് സൂപ്പർ സ്റ്റാറുകളായിരുന്ന ഖാദികന്മാർ ഓർമ്മകളിലേക്ക് മറയുകയാണ്. പക്ഷെ അപ്പോഴും കഥാപ്രസംഗത്തെ തിരികെ പിടിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള ഏതൊരു കുട്ടിക്കും നമുക്ക് ഏജ് ലിമിറ്റ് ഇല്ല, അവർക്ക് ഈ കഥാപ്രസംഗം കോഴ്സിന് പങ്കെടുക്കാം. പരീക്ഷാ ഭവനാണ് ഇതിൻ്റെ പരീക്ഷ നടത്തുന്നത്. പഠന ചിലവെന്ന് പറയുന്നത് ഇവർക്ക് 20 രൂപയാണ് മാസത്തെ ഫീസ് എന്ന് പറയുന്നത്. ഈ കോഴ്സ് ആരംഭിക്കുന്ന 1990-ലാണ്. അന്നത്തെ കോർഡിനേറ്റർ ജോസഫ് കൈമാപ്പറമ്പൻ സാറായിരുന്നു, അന്നത്തെ സീനിയർ കാഥികൻ. അധ്യാപകരിൽ വി സാംബശിവൻ, കടക്കോട് വിശ്വംഭര സാറ്, കല്ലട വി കുട്ടി എന്നിട്ടായിരുന്നു. ജീവിതത്തിൽ പല വേഷങ്ങൾ കിട്ടിയവർ ആവേശത്തോടെയാണ് ഒടുവിൽ കഥ പറയാൻ ഒരുങ്ങുന്നത്. കഥ പറഞ്ഞു തുടങ്ങി. കഥ പറഞ്ഞപ്പോഴത്തേക്ക് സാർ എനിക്കൊരു ആത്മവിശ്വാസം വന്നു, എന്നെക്കൊണ്ട് ഇത് പറയാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ വന്ന്. കോഴ്സിനെ പറ്റി കണ്ടത് കേരളത്തിൽ ആകെ നടത്തുന്ന ഒരു കോഴ്സ് എനിക്ക് തോന്നുന്നു ഈ SMV സ്കൂളിൽ ഉള്ളൊരു കോഴ്സാണ്. അപ്പം എൻ്റെ അച്ഛനാണ് ആദ്യം കോഴ്സിന് പങ്കെടുത്തത്. അപ്പം അച്ഛൻ കഴിഞ്ഞതിന് ശേഷം അച്ഛൻ വന്നില്ല, ലേറ്റാവും. അപ്പം അതിന് ശേഷമാണ് ഞാൻ കോഴ്സിന് പങ്കെടുക്കുന്നത്. എനിക്ക് ഇതിനോടൊരു പ്രത്യേക ഒരു സ്നേഹമുണ്ട്, ഒരു താല്പര്യമുണ്ട്. പിന്നെ ഒരു ആസ്വാദകൻ എന്ന രീതിയിലാണ് ഇതിനെ കോഴ്സിന് വന്നത്. ഇന്നലെ എന്നില്ല, നാളെയില്ല, മുന്നിലിന്നെന്ന യാഥാർത്ഥ്യമൊന്നു മാത്രം. കാലം മാറി, കഥാപാത്രങ്ങളും സാങ്കേതിക വിദ്യയും എല്ലാം മാറി. എങ്കിലും ഇങ്ങനെ ഒരു കലാരൂപം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കാൻ ഇങ്ങനെയും കുറച്ച് പേർ ഇവിടെയുണ്ട്. ഒപ്പം ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു, കലയ്ക്ക് പ്രായം ഒരു തടസ്സമല്ല. ക്യാമറാമാൻ രജിസ് ഫ്രാൻസിസിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. നല്ലൊരു യത്നമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കഥാപ്രസംഗ കലയ്ക്ക് എന്നേക്കുമായി വംശനാശം വരാതിരിക്കാൻ ഈ തിരുവനന്തപുരം SMV സ്കൂളിൽ നടക്കുന്ന ഈ പരിപാടി ഉപകരിക്കും. കുറച്ച് കുട്ടികളാണെങ്കിലും, കുട്ടികളെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് പ്രായം ചെന്ന ആൾക്കാരാണ് കുട്ടികളായിട്ട് വന്നിട്ടുള്ളത്. വി ഹർഷകുമാറും അതുപോലെ ചിറക്കര സലീംകുമാറും ഒക്കെ പഠിപ്പിക്കുന്ന ക്ലാസ്സിലേക്ക് ഇവരൊക്കെ എത്തുന്നുണ്ടല്ലോ, നല്ല കാര്യം.